നീറ്റ് പരീക്ഷ അഴിമതിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞത് കേവലം ഒരു വ്യക്തിയുടെ പതനമല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ അഴിമതി മുഖത്തിനേറ്റ ഏറ്റവും മാരകമായ തിരിച്ചടിയാണ്. ആഴ്ചകളായി പാർലമെന്റിലും തെരുവിലും പ്രതിപക്ഷവും CJPയും ഉയർത്തിയ അതിശക്തമായ ജനകീയ പ്രതിരോധത്തിന് മുൻപിൽ ഒടുവിൽ മോദി ഭരണകൂടത്തിന് പൂർണ്ണമായി മുട്ടുമടക്കേണ്ടി വന്നു. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി വിറ്റതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രിയെ പുറത്താക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ കടുത്ത അന്ത്യശാസനമാണ് മോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കിയത്. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മ കൈവരിച്ച ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായാണ് ഈ രാജി വിലയിരുത്തപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നടന്ന വൻ ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ ഒട്ടേറെ വ്യാജ ന്യായീകരണങ്ങളും നാടകങ്ങളും കളിച്ചു. എന്നാൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പതറാതെ സമരം നയിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പോരാട്ടവീര്യവും അതിനു പിന്നിൽ അണിനിരന്ന പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ രാഷ്ട്രീയ പിന്തുണയും കേന്ദ്രത്തിന്റെ സകല പ്രതിരോധങ്ങളെയും തകർത്തെറിഞ്ഞു. ഇനി മുതൽ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ടും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടും ഇത്തരത്തിലുള്ള അവിശുദ്ധ കളികൾ കളിക്കാൻ BJPയെ അനുവദിക്കില്ലെന്ന കൃത്യമായ പ്രഖ്യാപനമാണ് ഈ വിജയത്തിലൂടെ പ്രതിപക്ഷം രാജ്യത്തിന് നൽകുന്നത്. അതിനിടെ വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം മുന്നോട്ടു പോകുകയും അതുവഴി സർക്കാരിന്റെ പതനം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാണക്കേട് ഒഴിവാക്കാൻ ധർമ്മേന്ദ്ര പ്രധാനോട് മോദി അടിയന്തരമായി രാജി ആവശ്യപ്പെട്ടതെന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്നുള്ള സൂചന. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയെ കേവലം ഒരു ബലിയാടാക്കി മാറ്റി പ്രധാനമന്ത്രിക്കും BJP നേതൃത്വത്തിനും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചോദ്യപേപ്പർ മാഫിയയുമായി ബന്ധമുള്ള BJPയുടെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും വരും ദിവസങ്ങളിൽ മോദി സർക്കാരിന്റെ അഴിമതികൾ ഒന്നൊന്നായി ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുമെന്നുമാണ് CJP നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ്.